ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള നല്ലൊരു ടിക്ക മസാലന്റെ റെസിപ്പി കണ്ടാലോ. സോ അതിന്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊറാട്ട റെസിപ്പിയും കൂടി ഉണ്ട്. ഇതിൽ രണ്ട് റെസിപ്പി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ടിക്ക മസാല ഉണ്ടാക്കാം. സോ അതിനായിട്ട് നമുക്ക് ചിക്കൻ വേണം. ഞാൻ ഇവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. എല്ലാം കുറച്ച് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയാണിത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ടിക്ക മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് പൊറോട്ടൻ്റെ മാവൊന്ന് കുഴച്ച് വെക്കാം. അതിനായിട്ട് ഞാൻ 4 കപ്പ് മൈദയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിത് ടേബിൾ ടോപ്പിൽ ഇടാം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നല്ലോണം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ടിക്ക മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഓയിലിൽ തന്നെയാണ് ബാക്കി മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഓയിൽ കുറച്ച് അധികം ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഓയിലിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒണിയൻ പേസ്റ്റ് ആണ്. ഇത് ഒരു ഉള്ളീൻ്റെ പേസ്റ്റ് ആണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇവിടെ ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ആക്ച്വലി കളറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചില്ലി പേസ്റ്റ് ആണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചില്ലി പേസ്റ്റ് ആണ്. ഇത് വറ്റൽ മുളക് ബോയിൽ ചെയ്ത പേസ്റ്റ് ആണിത്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല,
പിന്നെ നമ്മൾ കുറച്ച് ടിക്ക മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് കാഷ്യൂനട്ട്സ് ബോയിൽ ചെയ്തിട്ട് അതൊന്ന് അരച്ചെടുത്തതാണ്. ലാസ്റ്റായിട്ട് കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നല്ലോണം പൊടിച്ചിട്ടൊന്ന് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കറി ഒന്ന് സെർവ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവാണിത്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിത് 2 പോർഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ബോൾസിൻ്റെ മേലെല്ലാം നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ആക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു ചെറിയൊരു സൈസിൽ എല്ലാ ബോൾസും നല്ലോണം പരത്തിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു പൂരിൻ്റെ സൈസിലാണ് പരത്തി മാറ്റി വെച്ചത്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിന്നാക്കിയിട്ട് പരത്തി വെക്കണം. ഒന്ന് വീശിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. സോ നമ്മൾ ഇതൊക്കെ നല്ലോണം റോൾ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി പരത്തിയെടുക്കാം. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് വേണം പരത്താൻ. സോ നമ്മൾ ഏകദേശം ഒരു പൊറാട്ടൻ്റെ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലോണം അമർത്തിയിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ. മറിച്ചിട്ട ശേഷം നമുക്ക് ഒന്നും കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഇതേപോലെ ഞാൻ 3 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. സോ 3 വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം.
സോ നമ്മൾ അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്യാം. നമ്മളെ പൊറോട്ടയും അതേപോലെ തന്നെ നല്ല ടിക്ക മസാല കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആണിത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.